കുറച്ച് ജോർജിയൻ ഫുഡ് പരിചയപ്പെടാം. ഇത് ചെർച്ചുക്കേല എന്നാണ് അവർ പറയുന്നത്. വാൾനട്ടുമേ പല ടൈപ്പ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് എടുത്ത് അതെങ്ങനെയൊക്കെയോ തിക്കൻ ചെയ്ത് അതുമ്പോൾ കവർ ചെയ്തിരിക്കുകയാണ്. വലിയ മധുരമൊന്നുമില്ല, ആ ഫ്രൂട്ട്സിൻ്റെ മധുരം തന്നെ അതിനുള്ളൂ. അപ്പം അങ്ങനെ അവിടെ തേനീച്ചകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വൈൻ്റെ നാടാണല്ലോ ജോർജിയ, അപ്പോൾ പല ടൈപ്പ് വൈനുകളുണ്ട്. ഇതെന്ന് പറയുന്നത് ചൂടാക്കി തരുന്ന വൈനാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. അവിടെ ചെന്ന സ്ഥലത്ത് കുറച്ച് തണുപ്പുണ്ടായിരുന്നു, നല്ല തണുപ്പിലൊക്കെ കുടിക്കാൻ ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് വൈൻ ഐസ്ക്രീമാണ്. ഇതിന് ഒരു മുന്തിരിയുടെ ടേസ്റ്റ് ഉള്ളൊരു ഐസ്ക്രീമാണ്. വെറൈറ്റി നട്ട്സൊക്കെയുള്ള രാജ്യമാണല്ലോ ഇതെന്ന് പറയുന്നത്. ഈ വാൾനട്ട് വെച്ചുണ്ടാക്കുന്നതാണ്. ഇതിലൊക്കെ വാൾനട്ട് അരച്ചിട്ട് അതിൽ ചിലതിൽ ചീര പോലെ സ്പിനാഷ് പോലെയുള്ള സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ചിലതിൽ പൊമഗ്രാനൈറ്റ് വെച്ച് അരച്ചിട്ടുണ്ട്. അപ്പോൾ പല വെറൈറ്റി കളറിൽ, എന്നിട്ട് അത് ബ്രിഞ്ചാളിൻ്റെ ഉള്ളിൽ വെച്ച് അല്ലെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിൽ വെച്ചൊക്കെ ബേക്ക് ചെയ്തിട്ട് തരുന്നതാണ്. ഒരു പ്രാവശ്യമൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊള്ളാം. നമ്മൾ ഈ മസാല ടേസ്റ്റ് ചെയ്ത നാവുകൊണ്ട് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ വലിയ കുറച്ച് ചില്ലിയൊക്കെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഇതവരുടെ ചിക്കൻ ഡിഷാണ്. ചിക്കൻ ബേക്ക് ചെയ്തിട്ട് ഒരു ക്രീം പോലെയുള്ള ഗാർലിക് ഫ്ലേവേർഡ്. ഇതിന് മെരുവൊന്നുമില്ല കേട്ടോ. ഇത് കിൻകാളി എന്നങ്ങാണ്ട് പറയുന്നത്. മാമൂസ് പോലെ ഇരിക്കും. അതിൽ മീറ്റും മഷ്റൂമൊക്കെ ഫില്ല് ചെയ്ത് തരും. അതിൻ്റെ തൊലി ഭയങ്കര കട്ടിയാണ്, മാമൂസിൻ്റെ പോലെയല്ല. അപ്പോൾ അവിടെ ഒത്തിരി ഗ്രേപ്സും ഫ്രൂട്ട്സൊക്കെ ഉള്ള കാരണം ഓഫ് കോഴ്സ് വൈൻ്റെ ഒരു നാടാണല്ലോ. അപ്പോൾ ഇത് വൈൻ അവർ സ്റ്റോർ ചെയ്യുന്ന രീതിയാണ്. ഇതൊരു പ്രത്യേക ടെമ്പറേച്ചറിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരേ ഇതിനും ഒരേ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നിനും ഇങ്ങനെ നമ്പറുകൾ ഇട്ടകണ്ടായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് തരും. അപ്പോൾ നമുക്ക് സ്വീറ്റ് വേണോ അങ്ങനെ ചോദിക്കും നമ്മളോട്. അപ്പോൾ ഇത് മുഴുവൻ വൈൻ സ്റ്റോറേജാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ അതിനനുസരിച്ച് തരാം. എന്നിട്ട് ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കാൻ പറയും. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഷോപ്പുണ്ട്, അവിടെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഈ ഡ്രമ്മിലുള്ളത് ആൽക്കഹോളാണ്. ഈ സാധനവും ടേസ്റ്റ് ചെയ്യാൻ തന്നു, വിസ്കിയോ ബ്രാൻഡിയോ അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷേ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് കപ്പാസിറ്റി കുറവാണെന്ന് പറയണേ. ഇത് അവിടുത്തെ ചാരായാണ്. അപ്പോൾ ഭയങ്കര ഒരു ബേണിങ് സെൻസേഷനാണ്. ഇവൻ മണം പോലും നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് കപ്പാസിറ്റി കുറവാണ്. ഇവരൊക്കെ 5-6 ഗ്ലാസ്സൊക്കെ കുടിക്കും അത്ര. ഇതിൻ്റെ ഈ കളറെന്ന് പറയുന്നത് മിൻറ്റ് ഉള്ളത് കൊണ്ടാണ് ആ കളർ വന്നിരിക്കുന്നതെന്ന്. ഇതെല്ലാം ഫ്രൂട്ട്സിൽ നിന്നാണെന്നാണ് അവർ പറഞ്ഞത്.